അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം 2 വർഷം പ്രായമുള്ള നമ്മുടെ അലിഗേറ്റർ കാറിന്റെ ടാങ്ക് വൃത്തിയാക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ അവൻ എത്രമാത്രം വളർന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. രാവിലെ തന്നെയുള്ള ചിക്കൻ എല്ലാം നിന്ന് ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ് പുള്ളി. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ടാങ്കിലെ വെള്ളം തുറന്നു വിടാന്നുള്ളത്. വെള്ളം തുറന്നു വിട്ടപ്പോഴത്തേക്ക് നമ്മുടെ സഹായി എവിടുന്ന് വന്നിട്ടുണ്ട്. ടാങ്കിൽ നിന്ന് ചാടിപ്പോയ ചെറിയ മീനുകളെ പിടിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. ടാങ്കിലെ വെള്ളം അത്യാവശ്യം കുറട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് മീനെ പിടിച്ച് മാറ്റുന്ന ചടങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു നെറ്റ് വെച്ചാണ് ഇതിനെ പിടിക്കുന്നത്. ആദ്യം വലയിലേക്ക് വേടാൻ അവൻ മടി കാണിച്ചെങ്കിൽ പിന്നീട് അവൻ ചാടി കയറി. അപ്പോൾ തന്നെ നമ്മൾ അവനെ അടുത്ത ടാങ്കിലേക്ക് മാറ്റിയാണ് ഉണ്ടായത്. അപ്പോൾ അവന്റെ കൂട്ടുകാരനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ടാങ്കിലെ വെള്ളം നമ്മുടെ കുളത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് കേട്ടോ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ടാങ്കിലെ വെള്ളം എല്ലാം തീർന്നു, അതുകൊണ്ട് നമുക്ക് ഒരേ സൈഡിൽ നിന്ന് വൃത്തിയാക്കി തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് കല്ലുപ്പ് ഇടുന്നുണ്ട്. ശേഷം അതിലേക്ക് ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഇറങ്ങി പണിയങ്ങ് തുടങ്ങി. ടാങ്കിന്റെ സൈഡ് കഴുകാൻ എളുപ്പമായിരുന്നെങ്കിലും നമ്മുടെ ഗ്ലാസ് കഴുകാനായിരുന്നു കേട്ടോ ഏറ്റവും പാട്. എല്ലാ വശവും കഴുകി കിടന്നപ്പോഴാണ് നമ്മൾ ടാങ്കിലെ കല്ലുകളുടെ കാര്യം അത്യാവശ്യം കൂടിക്കിടക്കുന്ന കല്ലുകളെ നിരത്തിയാൽ മാത്രമേ നമുക്ക് അതിനിടയ്ക്കുള്ള അടുക്കുകൾ മാറ്റാൻ സാധിക്കും. എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടാങ്ക് തണ്ട് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി അവനെ പിടിച്ചിട്ട് നമുക്ക് ടാങ്കിലേക്ക് മാറ്റാം. അതോടൊപ്പം തന്നെ 2 വർഷത്തിനുള്ളിൽ അവൻ എത്രമാത്രം വളർന്നു എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഏകദേശം 2.25 അടിയോളം ഇവൻ വളർന്നിട്ടുണ്ട്. ഒരു വിരലിന്റെ അത്ര ഉള്ളപ്പോൾ മേടിച്ചതാണ്, ഇപ്പോൾ വലിയ പുള്ളിയായി. അവനെ കഴിക്കുവാൻ ചിക്കൻ കൊടുത്തെങ്കിലും വെള്ളം മാറിയതിനുള്ള അസ്വസ്ഥത അവൻ നേരിടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ അതെടുത്ത് ഓസ്കാറിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുത്തു. അവർക്കത് കഴിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിലൂടെ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വൃത്തിയാക്കുന്നതിനിടയ്ക്ക് ഇവന് വല്ല മുറിവുകളോ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ വരാതെ മാറട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ഹാപ്പിയാണ്. അപ്പോൾ ഓക്കെ ബൈ.